വാട്സാപ്പ് ഞാൻ ദിവസം മച്ചീസ് ഗെയിമിൽ കണ്ടുപിടിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഒരു പുതിയ വേൾഡിലാണ്. ഏത് കൂട്ടരും മരിച്ചാൻ സമയത്തിന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇട്ട് വന്നിട്ട് കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ എക്സെറ്റ് അടിച്ചു പോയായിരുന്നു ഗൈസ്. അപ്പോൾ ഒന്ന് എക്സെറ്റ് ഒന്ന് സെറ്റ് ആവുന്നതിൻ്റെ ഒരു വെയിറ്റിംഗ് ആയിരുന്നു. ഒരാഴ്ചയായിട്ടുണ്ടാവുള്ളൂ നമ്മൾ വീഡിയോ ഇടാണ്ടായിട്ട്. അപ്പോൾ എൻ്റെ എക്സെറ്റ് അടിച്ചു പോയി ഗൈസ്, അതാണ്. അപ്പോൾ ഞാൻ എക്സെറ്റ് അടിച്ചു പോയിട്ടും ഞാൻ വേറെ ഉടായ്പ വഴിയൊക്കെ ആയിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ സൗണ്ട് ക്വാളിറ്റി എൻ്റെ 2-3 വീഡിയോസ് ഇപ്പോൾ ഞാൻ ഇട്ട 2-3 വീഡിയോസിൽ നോക്കിയാൽ എൻ്റെ സൗണ്ട് ക്വാളിറ്റി വളരെ പോക്കാണ്. ഇതിപ്പോൾ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എങ്ങനെ എൻ്റെ സൗണ്ട് എന്നൊക്കെ. സൗണ്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ, ഒച്ച കുറവാണോ എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് പറയട്ടെ. അപ്പോൾ നമ്മളൊരു ന്യൂ വേൾഡ് എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഗൈസ്, അപ്പം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വേൾഡിന് നമ്മൾ എന്ത് പേരിടണം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ നമ്മൾ ഡെയിലി വീഡിയോസുകൾ ഇനി കാണുന്നതായിരിക്കും ഗൈസ്, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഒരു സ്റ്റിക്ക്, ഒരു പിക്കാക്സ് വാങ്ങുന്നുള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് സ്റ്റോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള രീതിയിലുള്ള സ്റ്റോൺ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. അതാണ് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഗൈസ്, വളരെ സപ്പോർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. 659 സബ്സ്ക്രൈബേഴ്സായി. ഒരു സബ്സ്ക്രൈബും കൂടെ കയറി കഴിഞ്ഞാൽ 660 സബ്സ്ക്രൈബേഴ്സാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഉഷാറാക്കുന്നത്. ഓക്കെ, നമുക്കതൊക്കെ മതി, ധാരാളം. ഒരു ആക്സ് ഉണ്ടാക്കാം, പിന്നെ ഒരു പിക്കാക്സ്, ഒരു സോഡ്, ഒരു ഷൗലിൻ്റെ ആവശ്യം നമുക്കിപ്പില്ല. ഒരു ഫർണസ് ഉണ്ടാക്കി വെച്ചേക്കാം നേരത്തെ തന്നെ. ഓക്കെ, ഇത്ര ആവശ്യമുള്ളൂ, പൊട്ടിച്ചെടുത്തേക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് വില്ലേജാണ്, സത്യത്തിൽ വില്ലേജാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്, സ്റ്റോൺ ആണല്ലോ ഗെയ്സ്. അപ്പോൾ ഇതാണ്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും ഗെയ്സ്. അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഒന്ന് എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇങ്ങോട്ട് തിരിച്ചും വരണ്ട. പിന്നെ അതേപോലെ നമുക്ക് ബെഡും സെറ്റ് ചെയ്യണം ഗെയ്സ്. ഒന്നെങ്കിൽ വില്ലേജ് കണ്ടെത്തണം, അല്ലെങ്കിൽ ബെഡ് സെറ്റ് ചെയ്യണം. എന്താണ് വില്ലേജറിനെ കണ്ടെത്തണം. ബട്ട് ബെഡ് ഇല്ലെങ്കിൽ നമുക്കൊരു ഡേ കഴിഞ്ഞു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കുഴി ഒഴിച്ചിട്ട് കിടന്നാൽ മതി. എന്നാൽ പോലും പണി കിട്ടരുതല്ലോ ഗെയ്സ് ഏത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആവശ്യം വരും ഗെയ്സ്. എന്താ എപ്പോഴും ആവശ്യം വരാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, അവിടെ കൊള്ളുണ്ട്. ഇവിടെയൊക്കെ ഒരു അയൺ സ്പോൺ ആയെങ്കിൽ ലെക്ക് ഉണ്ടെങ്കിൽ സ്പോൺ ഔട്ട് ഗെയ്സ്. ഓ ഗെയ്സ്, ഇപ്പോൾ ഈ കോപ്പർ വെച്ചിട്ട് നമുക്കൊരു ഉപകാരമുണ്ട്. എന്തെന്ന് വെച്ചാൽ കോപ്പർ ആർമർ ആൻഡ് ടൂൾസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ്. ടൂൾസിന് വലിയ ഉപകാരമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ടൂൾസിന് വലിയ പവർ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ല, അറിയില്ല കേട്ടോ, എനിക്കതിനെപ്പറ്റി അറിയില്ല. ടൂൾസിന് എന്തെങ്കിലും പവർ ഉണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ടൂൾസിന് പവർ ഇല്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാണാനുള്ള ഒരു ഭംഗി മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാണിച്ച സ്റ്റോണിന് നേരെ നമ്മൾ അയണിലേക്കാണ് പോകുള്ളൂ. എന്താണെങ്കിലും നമ്മൾ ഒരു കാരണം വെച്ചാൽ നമ്മൾ കോപ്പർ വെച്ചിട്ട് ഒരു ടൂള് ഉണ്ടാക്കാൻ വളരെ ചാൻസ് കുറവാണ്. കോപ്പർ വെച്ചിട്ട് ആർമർ തന്നെ ഉണ്ടാക്കാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ എന്തായാലും കൊണ്ടുവന്ന അപ്ഡേഷൻ പ്രകാരം ഒന്ന് വെച്ച് നോക്കിയാലേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുത്തേക്കാം. നമുക്ക് കോപ്പർ ഗോളമുണ്ട്, അപ്പോൾ കോപ്പർ ഗോളത്തെയും സെറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഗെയ്സ്. അപ്പോൾ എന്താണ് ഇതും കൂടെ അങ്ങ് എടുത്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ പക്കയായല്ലോ. അപ്പം ഗെയ്സ്, ഇവിടുന്ന് എന്തൊക്കെ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനൊന്ന് ഇവിടെ മൊത്തം ഒന്ന് അരിച്ച് പെറുക്കിയിട്ട് വരാട്ടെ. ഗെയ്സ്, ഇത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊരു ഐലൻഡാണ്. അത് മിസ്സേടേ അതും കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പായി. ഓക്കെ, ഒരു റെഡ് പൂവും കിട്ടി. പോപ്പി പ്രൂസ് ഗൈസ്, അത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇതൊരു ഐലൻഡ് പോലെയാണ് ഗൈസ്. ഇതുണ്ടോ,
എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, എന്തോ ഒരു വെച്ച് കേട്ടല്ലോ പട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുണ്ട്, ഇത് ഫുൾ റൗണ്ടിൽ ഒരു സാധനമാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ സ്പോൺ ഏരിയ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്പോൺ ഏരിയയിൽ തന്നെ നിന്നാൽ കൊള്ളാമെന്നുണ്ട് ഗൈസ്. നമുക്ക് ആ പ്രൂഫും കൂടെ എടുത്തിട്ട് വരാം ഗൈസ്. നമുക്ക് ഒന്ന് വില്ലേജ് പോയി തപ്പണം, അത് വേറെ കാര്യം. വില്ലേജ് ഇല്ലാണ്ട് കാര്യമൊന്നും നടക്കില്ല. എന്നാൽ പോലും നമുക്കൊന്ന് ആ പ്രൂഫും എടുക്കാം, അതേപോലെ വില്ലേജും തപ്പി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം ഗൈസ്. നമ്മൾ വില്ലേജറിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാൻ പോവാണ്. ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ നൈറ്റ് അല്ല, വീട്ടിലേക്കല്ല, സ്പോൺ ഏരിയയിലേക്ക് ചാമ്പാം. സ്പോൺ ഏരിയയിലേക്കല്ല, സോറി, വില്ലേജിലേക്ക് ചാമ്പാം. വില്ലേജിൽ നിന്ന് സ്പോൺ ഏരിയയിലേക്ക് ചാമ്പാം, അതായിരിക്കും നല്ലത്. ഇവിടെ അടുത്ത് വില്ലേജ് ഉണ്ടെങ്കിൽ ആട്ടോ കാര്യമുള്ളൂ ഗൈസ്. അത് ഞാൻ എടുത്ത് പറയാം. ഇവിടെ അടുത്ത് വില്ലേജ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ നമുക്ക് സ്പോൺ ഏരിയയിലേക്ക് ചാമ്പാൻ പറ്റുള്ളൂ. സ്പോൺ ഏരിയ നൈസാണ്. ഞാൻ മൊത്തം ചുറ്റിക്കറി കണ്ടപ്പോൾ സ്പോൺ ഏരിയ നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ഐലൻഡ് മൊത്തം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഗൈസ്. എവിടെയോ ഒരു സോമ്പിൻ്റെ സൗണ്ട് കേട്ടു. നൈസ് ഐലൻഡ് അല്ലേ ഗൈസ്. അതുകൊണ്ട് അവിടെ ഉണ്ട് കേട്ടോ സ്റ്റോൺ. അത് നമുക്ക് പിന്നീട് ഇവിടെ തന്നെയാണെങ്കിൽ നമ്മൾ വരുന്നെങ്കിൽ പിന്നീട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ പച്ച ഫുഡൊക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാട്ടെ. ഫുഡ് വളരെ കുറവാണ്. മാമനോടൊന്നും തോന്നല്ലേ. ആദ്യത്തെ ഒറ്റ അടിക്ക് ചാവുന്നാട്ടെ ഞാൻ കരുതി, പക്ഷെ അവൻ രണ്ടടിക്ക് ചാവാനുള്ള ആളുണ്ട്. ഇനി വെറുതെട്ടേക്കാം. അതിൻ്റെ അമ്മേനെ അതിൻ്റെ മുന്നേ വെച്ച് കൊന്നതിന് പിന്നെ അത് എന്നോട് ദേഷ്യം. ഡയറക്റ്റ് ഞാൻ ഇതിനകത്തേക്ക് ചാടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പേടിയുണ്ടോ? ഇപ്പോൾ ചത്ത് കഴിഞ്ഞാൽ അവസ്ഥയായി. ഓക്കെ, ഒരു പ്ലെയിൻസ് ആൻഡ് പ്ലെയിൻസ്. ഓക്കെ, നമുക്കൊരു ചെറിയ പ്ലെയിൻസ് കിട്ടിയിട്ടുണ്ട്. ഓ, ഇത് നമ്മുടെ ഐലൻഡല്ലേ. അവിടെ നിന്നാണ് നമ്മൾ പ്രൂഫ് കൊണ്ടുവന്നല്ലേ. ഓക്കെ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് യാത്രയാവും ഗൈസ്. സൂര്യൻ എവിടെയാണ്? സൂര്യൻ നട്ടുച്ചയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും ഗൈസ്, നമുക്ക് നേരെ ഇങ്ങോട്ട് വെച്ച് പിടിക്കാം. എന്താണേലും ഇവിടെ എന്തെങ്കിലും കണ്ടെങ്കിൽ ചെറിയ ആടാണേ, വിട്ടേക്കാം. നല്ല ലൂട്ട് കൊണ്ട് കത്തിക്കുന്നതാണ് നല്ലത്. ഓ, പമ്പിക്കിൻ. നിങ്ങൾ കണ്ട പമ്പിക്കിൻ? ഞാൻ കണ്ട്. നീ കണ്ട പമ്പിക്കിൻ? ഗൈസ്, പമ്പിക്കിൻ കണ്ട് അവിടെ ഇരിക്കുന്നു. ഓ, ചെറി ബ്ലോസം അല്ലേ? ചെറി ബ്ലോസം തന്നെയല്ലേ ഗൈസ്? അത് ആണാണ്. ഓ, വില്ലേജ്. ഓപ്പി ഗൈസ്, റാൻഡമായിട്ട് വന്ന ഒരു സീഡാട്ടോ അത്. നൈസ് ആൻഡ് നൈസ്. ഇതൊക്കെ പിന്നെ മാന്തിക്കൊണ്ട് പോവാ. അല്ല, ഇപ്പം മാന്തിക്കൊണ്ട് പോവാ. എനിക്ക് പിന്നെ ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഇവിടെ മിക്കവാറും ക്യാരറ്റ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ബീട്രൂട്ട് കണ്ടാൽ ആലോചിച്ചോ, ക്യാരറ്റ് ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ്. പിന്നെ എന്തെങ്കിലും എന്താ പറയുക, ലക്കി സീഡാണെങ്കിൽ മാത്രമേ ക്യാരറ്റ് അടക്കം കിട്ടാൻ ചാൻസ് ഉള്ളൂ ഗൈസ്, എൻ്റെ അഭിപ്രായത്തിലാട്ടോ ഗൈസ്. വില്ലേജറുണ്ട്. ഞാൻ വന്ന് ഓക്കെ. മൈൻഡ് പോലും ചെയ്യുന്നില്ലേ? പോട്ടെ. എന്നെയൊക്കെ ഓർമ്മയുണ്ടോ? എവിടെയോ അവൻ മൈൻഡ് ചെയ്യുന്നില്ലടേ. ഇന്ന് എനിക്കും മൈൻഡില്ല കേസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതാണ്ട് പൊട്ടറ്റോ ഇവിടെ ഉണ്ട്. പൊട്ടറ്റോ എടുത്തേക്കാം. നമുക്ക് ആവശ്യം വരും. നമ്മൾ വില്ലേജിൽ വന്നാൽ മൊത്തം മാന്തി എടുത്തുകൊണ്ട് വെക്കണം കേസ്. അതാണ് എൻ്റെ ഒരു രീതി. നല്ലോണം വിശക്കുന്നടേ. ഓക്കെ, അങ്കർ ഫുള്ളായി ഗൈസ്. അങ്കർ ഭയങ്കരമായിട്ട് ഓർമ്മയായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതും കൂടെ നമുക്ക് പൊട്ടിച്ചെടുത്തേക്കാം. അവിടെ അത് ഫുള്ളായതായിരുന്നടാ. ഞാൻ എൻ്റെ പോക്കറ്റ് കയറി ചാടി. ഓക്കെ, അവൻ്റെ ജോബ് നമ്മൾ കളഞ്ഞു. ഓക്കെ, നമുക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ട്. ബുക്ക് ഷെൽഫ് കിട്ടിയില്ല, ബുക്ക് കിട്ടിയുള്ളൂ. നമുക്ക്
സിൽ ടച്ച് അല്ലേ, സ്കിൽ ടച്ച് തന്നെയാണ്. സ്കിൽ ടച്ച് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബുക്ക് ഷെൽഫ് ആയിട്ട് തന്നെ കിട്ടിയാനേട്ടാ. ഓക്കെ, നൈറ്റല്ല. ഓക്കെ, ഇനി നമുക്കിവിടെ എന്താ തപ്പാനുള്ളത് ഗൈസ്? ഇപ്പോൾ വില്ലേജേഴ്സ് ഉള്ളിൽ കയറിയിട്ടുണ്ടാവും മിക്കവാറും കേട്ടോ. പറഞ്ഞ പോലെ തന്നെ വില്ലേജേഴ്സ് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, ഒരുത്തനെ ലോക്ക് ചെയ്തു ഗൈസ്. ബ്രീഡിങ് ഫാമിലിക്ക് വേണ്ടിയാണ്, വേറെ ഒന്നിനുമില്ല. ബ്രീഡിങ് ഫാമിലിക്ക് വേണ്ടിയാണ്. ഇവിടെ ഒരുത്തനുണ്ട്. ഓക്കെ, രണ്ടുപേരുമായി ഗൈസ്, അത് മതി. നമുക്ക് ഈ ബീറ്റ് മൊത്തം എടുത്തുകൊണ്ട് പോയേക്കാം. നമുക്ക് ബീറ്റും ആവശ്യം വരും ഗൈസ്. ബീറ്റ് ഇവിടെ വേറെ എവിടെയോ കൂടെ ഞാൻ കണ്ടോലെ തോന്നി. ബീട്രൂട്ട് വേണ്ട ഗൈസ്, എന്നെ കൊണ്ടാവില്ല ബീട്രൂട്ട് കൊണ്ടൊക്കെ ഗൈസ്. ഞാൻ വിളവെടുക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ അവരെ, വിളവെടുക്കാൻ സഹായിച്ചേക്കാം. ഗൈസ് അവിടെയും കൂടെ സീഡ് ഉണ്ട്, അവിടെയും കൂടെ വീറ്റുണ്ട്. വീറ്റ് അയങ്കോളുണ്ട് ഗൈസ്. അയങ്കോളത്ത് നമുക്ക് പിടിക്കണം. അതെ, അയങ്കോളത്താണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവനെ നമുക്ക് കൊല്ലണം. അവനെ കൊല്ലാതെ കാര്യം നടക്കില്ല ഗൈസ്. അവനെ കൊന്നാലാണ് നമുക്ക് ബെഡ് ഉണ്ടാക്കുന്നത്. സോറി, നമുക്ക് കണ്ടോ അവൻ പോയത് കണ്ടോ? കറക്റ്റ് ടൈം റീച്ച് ആവുന്നില്ല ഗൈസ്. എൻ്റെ കയ്യിലാണെങ്കിൽ ആക്സും ഇല്ല. ആക്സ് പൊട്ടി ഗൈസ്. ആക്സ് ഉണ്ടാക്കണമല്ലോ. എടാ കുരുത്തം കിട്ടാനെ ഞാൻ ഇപ്പോഴല്ലടാ അങ്ങോട്ട് പോയേ. ഇതിനെ കൊല്ലണമെങ്കിൽ നമ്മൾ നോക്കി കണ്ടു നിൽക്കേണ്ട പേര്. മച്ചാനെ റീച്ച് ആവൂ. മച്ചാനെ ഇന്നിങ്ങ വന്നേ മച്ചാനെ. അയ്യോ ഇപ്പം അടിച്ചനെ. നമുക്ക് വേറെ ഐഡിയ പിടിക്കാടെ. ഈ ഐഡിയ ശരിയാവില്ല. വേറൊരു കിടിക്കാച്ച ഐഡിയ ഉണ്ട് എൻ്റെ കയ്യിൽ. വർക്കാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് നമ്മൾ ഏതാണ്ട് ഇത് ഓൺ ചെയ്തിടണം. ഇവനിപ്പോൾ എന്നെ ചാമ്പ്യന് ഇത് ഓൺ ചെയ്തിടണം. തുറന്ന് നടക്കണം. അല്ലേ വേണ്ട, നമുക്ക് ഇതാണ്ട് ഇപ്പോൾ ഇതാണ്ട് ഇവൻ ഇവിടെ ചോട്ടിൽ ചോട്ടിൽ വന്നിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് അടിച്ചു നിട്ടേ അവൻ അവിടെ നിന്നത് കണ്ടപ്പോൾ. മച്ചാനെ ഇങ്ങോട്ട് വന്ന് എനിക്ക് അടിക്കാൻ സുഖേനെ. ഒരു മിനിറ്റ്. റീച്ച് ആവുന്നില്ല. ഓക്കെ, നമ്മുടെ അയംകുളത്തെ നമ്മൾ കൊന്നിട്ടുണ്ട്. 3 അയം കിട്ടിയിട്ടുണ്ട്. നൈസ്. ഈ വില്ലേജസ് ഒക്കെ ചത്തുപോയാലും നമുക്ക് വിഷയമില്ലല്ലോ ഗേസ്. നമ്മുടെ കയ്യിൽ 2 വില്ലേജസ് കിട്ടുന്നുണ്ട്. അവനെ നമുക്ക് സേഫ് ആക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല ഗേസ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഓക്കെ അതും പൊട്ടിക്കിട്ടിട്ടുണ്ട്. നൈസ്. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകട്ടോ. നമ്മുടെ വീട് ഇങ്ങോട്ടായിരുന്നുവല്ലേ. ചേടാ പമ്പി മൊത്തം എടുക്കണ്ടായിരുന്നു. ചെറി ബ്ലൗസ് അപ്പോൾ ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പോൺ ഏരിയയിലേക്ക് പോകണേ. സ്പോൺ ഏരിയ പോയിട്ട് അവിടെ ആയിരിക്കും നമ്മുടെ ഏരിയ മൊത്തം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്പോൺ ഏരിയ പോയിട്ട് സ്പോൺ ഏരിയൻ്റെ അടുത്തുള്ള ഒരു ഏരിയയിൽ അവിടെ ആയിരിക്കും നമ്മൾ ബ്രീഡിംഗ് ഫാമിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് മതി ഗൈസ്, അത് മതി. ഈ വഴി അല്ലേ നമ്മൾ വന്നേ? എടാ വഴി മാറിപ്പോയോ എന്നൊരു ചെറിയ ഡൗട്ട് ഇട്ട് ഗൈസ്. നമ്മുടെ സ്പോൺ ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സ്പോൺ ഏരിയ എത്തി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പരിപാടി എന്തെന്ന് വെച്ചാൽ, ഓക്കെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പരിപാടി ബെഡ് റീസ്പോൺ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ തന്നെയാണല്ലോ നമ്മുടെ ഓൾറെഡി സ്ഥലം. അതുകൊണ്ട് റീസ്പോൺ സെറ്റ് ചെയ്യേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. എന്നാലും റീസ്പോൺ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട്
ഒരു വാട്ടർ ബക്കറ്റ്, പിന്നെ 4 ടോർച്ച്, ഒന്ന് ഇവിടെയും വെച്ചേക്കാം, ഒന്ന് ഇവിടെയും വെച്ചേക്കാം, ഒന്ന് ഇവിടെയും വെച്ചേക്കാം, ഒന്ന് ഇവിടെയും വെച്ചേക്കാം. ഓക്കെ, ടോർച്ച് ഉണ്ടാക്കിയത്. അതിന് ശേഷം നമുക്ക് വുഡ് ക്രാഫ്റ്റ് ചെയ്യാം. 2 ചെസ്റ്റ്, നൈസ്. 2 ചെസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇതിനകത്ത് നമ്മുടെ ഐറ്റംസ് ഒക്കെ വെക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിനകത്ത് കയറാം. നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അത്യാവശ്യം നമ്മുടെ ഹോപ്പറിൻ്റെ ആർമേഴ്സ് ഉണ്ടാക്കിയിട്ട് ആർമർ ഉണ്ടാക്കട്ടെ. ആർമർ ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഫുഡ്, അയ്യോ ഇത് ഷുഗർ, ബെഡ്, ഷുഗർ ക്യാൻ മൊത്തം പോയി കേസ്. നമുക്ക് ഇനി വേറെ ഷുഗർ ക്യാൻ ഉണ്ടാക്കേണ്ടി വരും. എടേ അത് അങ്ങനെ പോകുന്ന ഞാൻ കരുതിയില്ല കേട്ടോ. നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യും, നോക്കി കണ്ട് ക്ലിക്ക് ചെയ്തില്ലേ ആ ഒരു പ്രോബ്ലം ഉണ്ട് കേസ്. ഒരു സ്റ്റാക്കും 40 സംതിങ്, ഒരു 2 സ്റ്റാക്കിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയെന്ന് പറയാം കേസ്. കണ്ട, നോക്കി നിൽക്കാത്തതിൻ്റെ കുഴപ്പം ടേസ്. അതൊന്നും ഇനി ആവശ്യം പോലില്ല. ഇത് ഓക്കെ, ഇനി അവന്മാർ വളർന്ന് പൊങ്ങണം. അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ഫർണസ് ഒരെണ്ണം കൂടെ ഉണ്ടാക്കട്ടെ. ഒരു ഫർണസ് ഇതിൻ്റെ മേലെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് നമ്മുടെ കയ്യിലുള്ള ഫുഡും കൂടെ നമുക്ക് വെച്ചേക്കാം. ഈ പിക്കാക്സ് നമ്മളിനി യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ആ പിക്കാക്സും വെച്ചേക്കാം. പിന്നെ ഗൈസ് ഈ പിക്കാക്സ് പൊട്ടാറുമായി, അതൊന്ന് പൊട്ടിച്ചും കൂടെ കളയാം. നൈസ്. 3ാമത്തെ ഡേ ഗൈസ്. 3 ദിവസം കഴിഞ്ഞ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം 3 ദിവസമേ, എന്താ അല്ലേ. നമുക്കിനി കിട്ടിയ കോപ്പർ വെച്ചിട്ട് ഒരു ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ടേസ്. നമുക്കിനി 2 ഐറ്റംസും കൂടെ ഉണ്ടാക്കാനുള്ളൂ. ബൂട്ടും കൂടെ ഉണ്ടാക്കാനുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ബൂട്ടായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നൈസ്. ബൂട്ടും ആയിട്ടുണ്ട്. ബോയ്, അരെ വാ, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഈ കോപ്പറിൻ്റെ ആർമർ എങ്ങനെയുണ്ട് നിങ്ങളുടെ കമൻ്റായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാതെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ.